ശിവ ശിവ. അയ്യോ ദേ വരുന്നത്, ഇത് കണ്ട കൊട്ടാരം മുഴുവൻ നാട്ടിക്കും. എല്ലായിടത്തും നീ മുങ്ങിക്കോ. എന്താ കൊട്ടാരത്തിൽ കുഞ്ഞു പിറക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോഴേ ദുഷ്ടമൂർത്തികൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണു. ഗർഭാരംഭത്തിൽ തന്നെ അശ്വതി മോടെ വയറ്റി കിടന്ന് കുഞ്ഞ് പരാക്രമങ്ങൾ കാട്ടുന്നു. നിന്നെപ്പോലുള്ള അന്ധവിശ്വാസികൾ താമസിക്കുന്ന സ്ഥലമല്ലേ? അതെയോ? എന്തായാലും ഇന്ന് തന്നെ സർപ്പക്കാവൽ ഒരു സർപ്പം തുള്ളൽ നടത്തണം. എന്തിനാ സർപ്പം തുള്ളലാക്കുന്നത്? ഒരു സോമയാഗം തന്നെ നടത്താം. അക്കൂസി പോകുന്നതിന് ഒരു ഹോമം നടത്തുന്ന വിവരദോഷികൾ. സർപ്പങ്ങളാണോടാ പേരെടുക്കുന്നത്? സർപ്പത്തെ തൊട്ടുള്ള കളി വേണ്ട, ജീവനുള്ള ദൈവങ്ങളാ. ഏട്ടാ ഇപ്പൊ ഏട്ടത്തിയുടെ ചെവി കൊണ്ട് കേട്ടതാ കുഞ്ഞിന്റെ കരച്ചില്. കേട്ടോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ? എന്റെ പരദൈവങ്ങളെ, ഭദ്രകാളിയമ്മേ, അറുകൊല വല്യച്ഛ, ചെറിയച്ഛ, നാഗരാജാവേ, നാഗയക്ഷി കാത്തുകൊള്ളണേ. നാഗയക്ഷി കാറ്റുകൊള്ളണേ. നീ അത് TV ഓൺ ചെയ്തിട്ടുണ്ടോ? അതിൽ നിന്നായിരിക്കും കുഞ്ഞിന്റെ കരച്ചിൽ. നോക്കിയേ, ഈ പട്ടിയെ കണ്ട ഒരു അശുഭ ലക്ഷണമില്ലേ? സംശയമുണ്ടോ? ഇനി പട്ടിയുടെ വയറ്റിൽ നിന്നാണോ കുഞ്ഞിന്റെ കരച്ചില്? ആത്മാവ് തന്നെയാണ് നീ. പരിഹാരമായി നീ വേഗം പോയി സർപ്പം പാട്ട് നടത്താൻ നോക്ക്. നിർത്തണോ? കൊട്ടാരത്തിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചാ പിന്നെ എങ്ങനെയാ ദൈവകോപം ഉണ്ടാകാതിരിക്കുക? കോപിക്കും, ഇനിയും കോപിക്കും. ഈ കൊട്ടാരം നശിപ്പിച്ചിട്ടേ ഈശ്വരൻ അടങ്ങൂ. അതേ വന്നു മൂത്ത് നരച്ച അന്ധവിശ്വാസി. നീ നിരീശ്വരവാദം കൊണ്ട് നടന്നോ? പണ്ട് സരസ്വതിക്ക് നിന്റെ അനുജൻ മഹേന്ദ്രനെ വയറ്റിലുണ്ടായിരുന്നപ്പോഴും 2-ാം മാസം അനക്കണ്ടായതാ. ഇനി അവനെ മുത്തശ്ശി അനക്കണ്ട. അവൻ കുവൈറ്റിൽ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഈ കുട്ടിയുടെ ജന്മവും മഹേന്ദ്രന്റെ ജന്മവുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്തു പറ്റി? എന്താ മഹി? നാളെ സർപ്പക്കാവി പോണം. സർപ്പങ്ങൾക്ക് തിരിവെക്കണം. എന്തേ പറയുന്നത്? ഈ കുവൈറ്റിൽ എവിടെ സർപ്പക്കാവ്? എന്തു പറ്റി മഹി? ദുസ്വപ്നം വല്ലതും കണ്ടോ? സർപ്പക്കാവി പോയി തൊഴണമെന്ന് തോന്നിയെങ്കിൽ നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം. വേണ്ട, കൊട്ടാരത്തിലേക്ക് പോണ്ട. വേണ്ട. കൃഷ്ണ, ഗുരുവായൂരപ്പ. സർവ്വ അമ്പലങ്ങളും തന്നെങ്കിൽ കൊട്ടാരത്തിലെ കാശം മുടിച്ചു വരുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയും ഭാര്യയെ. ദൈവദോഷം പറയരുത് കേട്ടോ. നമ്മുടെ മോൾക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയിട്ട് വരികയല്ലേ അവര്. വഴിപാട് കഴിച്ചില്ലേ അവള് 12-ാം മാസത്തിലെ പുറത്തുള്ളായിരിക്കും. ഒരു വഴിപാട്. പ്രസവത്തിനും കുഞ്ഞുണ്ടാവാനും ഒക്കെ വെടി വഴിപാട് തന്നെയാ കഴിക്കേണ്ടത്. എന്താ മാറ? ഗുരുവായൂരപ്പനെയും ഏറ്റുമാനൂരപ്പനെയും വൈക്കത്തപ്പനെയും കണ്ടു തൊഴുതു. അമ്മമാരെയും വിട്ടില്ല. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, ആറ്റുകാലമ്മ തുടങ്ങി സർവ്വ അമ്മമാരെയും പ്രാർത്ഥിച്ചു. മണ്ണാർശാലയിൽ അമ്മയ്ക്ക് ഉരുളി കമിഴ്ത്തി. 2 ഉരുളി കുറഞ്ഞു പോയല്ലോ. നീ ഉരുളി കമിഴ്ത്തി നമ്മുടെ കൊട്ടാരവും ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശുപത്രിയും ഒടുവിൽ ഉരുളി കച്ചവടക്കാരുടെ കയ്യിലിരിക്കും. ഞാൻ ഈ പ്രസാദം മോക്കൊണ്ടേ കൊടുത്തിട്ട് അവളെ ലേബർ റൂമിൽ കയറ്റി. ഇനി ആരും അങ്ങോട്ട് കയറ്റില്ല. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രസാദം കൊണ്ട് ദേ ചോറ്റാനിക്കരയിലെ പ്രസാദം അങ്ങോട്ട് കഴിക്കുക. സുഖപ്രസവമായിരിക്കും. അതിന് പ്രസവിക്കേണ്ടത് അശ്വതിയല്ലേ? അശ്വതിക്ക് വേണ്ടി അവളുടെ ഭർത്താവ് കഴിച്ചാലും മതിന്നേ. എന്റെ ശൗന്തളെ, അകത്ത് അശ്വതി മോൾക്ക് പെയിൻ വരണേ ഇല്ല. ഇവിടെ ഒരാൾക്ക് പെയിൻ വന്ന് പൊളയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്തായാലും ഭാഗ്യവാനാ. അതെ അതെ, ഇത്ര കൊച്ചിൽ ഒരു അച്ഛനാകാൻ കഴിഞ്ഞല്ലോ. ഇന്നാ മോനെ, ഇവിടെ ചിലർക്ക് മൂക്കിൽ പല്ല് വന്നിട്ടും
ദേ മോനെ പായസം കുടി. ഇവളുമാരെന്തിനാ അമ്മന്റെ കഴുത്തിന് ഊത്തി പിടിക്കുന്നത്? ഏയ് പായസം കുടിപ്പിക്കുക. പായസ കാത്തിരുന്ന് കൊട്ടാരത്തിനൊരു കുഞ്ഞിക്കാല് സമ്മാനിച്ചവനല്ലേ അവൻ. അമ്മായിമാര് മത്സരിച്ച് സ്നേഹിക്കുക. ആ എന്നാലിനി നിങ്ങൾ സൂക്ഷിക്കണം. ആണത്തോണ്ടോ തെളിയിച്ചവനാ വിനോദ്. അമ്മേ, ഒന്നും പേടിക്കണ്ട. കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും പെയിൻ വരുന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാം. അപ്പം മോള് വേദന അറിയത്തേയില്ല. ഡോക്ടർ രാജനെത്തിയില്ലേ? ഇല്ല മാഡം. എന്താ മോളെ? എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. എന്താ? പറഞ്ഞോളൂ. ഇവരോടൊക്കെ ഒന്ന് വെളിയിൽ പോകാൻ പറയോ അമ്മേ? അമ്മയോട് മാത്രമായിട്ട് പറയാനുള്ളതാ. ഡോക്ടർ, നിങ്ങൾ കുറച്ചേരം വെളിയിൽ നിൽക്കുമോ? ശരി. അശ്വതി മോളെ, ചേച്ചി 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 പറയൂ ചേച്ചി. എന്താ ചേച്ചി? ചേച്ചി അച്ഛൻ അമ്മയോട് വർത്താനം പറയാ. ദേ അമ്മ ചിരിക്കുന്നുണ്ടല്ലേ? എന്റെ പഞ്ചാര അമ്മ. അച്ഛനല്ലേ ഉമ്മ? അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. ഞാൻ കൂടെ വരുന്നച്ചാ. അയ്യോ, മോൾ അവിടെ വന്ന അച്ഛന് മോളെ നോക്കാൻ സമയം കിട്ടത്തില്ല. അമ്മൂനോട് ബോറടിക്കും. അച്ഛൻ വൈകിട്ട് നേരത്തെ വരാം, എന്നിട്ട് ഒരുമിച്ച് കളിക്കാം. അമ്മൂട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അച്ഛൻ വന്നിരിക്കും. ഇപ്പൊ നമുക്ക് അമ്മൂമ്മ ഒന്ന് കാണാം. അമ്മൂമ്മ എന്താ നടക്കാത്ത അച്ഛാ? അമ്മുമ്മയ്ക്ക് നടക്കാനും മിണ്ടാനും ഒന്നും കഴിയില്ല. അസുഖം ഭേദമാകുമ്പോ അമ്മുമ്മ നടക്കും. അമ്മൂമ്മേ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ശരിയാവുന്ന ഡോക്ടർ പറയാം. അമ്മൂമ്മയ്ക്ക് അച്ഛൻ മരുന്ന് മേടിച്ചു തരും. എന്താ ഹോസ്പിറ്റലിലെ കാര്യമാണോ? അവിടെ എല്ലാം നന്നായി പോകുന്നുണ്ട്. എനിക്ക് സമയമായി, ഞാൻ ഇറങ്ങട്ടെ.